കോൺഗ്രസിന്റെ സമരങ്ങളെ വിമർശിച്ച മുതിർന്ന നേതാവ് PJ കുര്യനെതിരെ കൂട്ടത്തോടെ വിമർശനം. യൂത്ത് കോൺഗ്രസ് നേതാക്കളും മുതിർന്ന നേതാക്കളും കുര്യനെ വിമർശിച്ച് രംഗത്ത് വന്നു. ഇതോടെ പിന്തുണച്ച് രംഗത്തെത്തിയത് രമേശ് ചെന്നിത്തല മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് സദുദ്ദേശത്തോടെ കാണുന്നു. പാർട്ടി യോഗത്തിലാണ് കുര്യൻ പറഞ്ഞത്. ആളില്ലാത്ത മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടണമെന്നും ചെന്നിത്തല പറഞ്ഞു. തരൂർ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം PJ കുര്യനെ തള്ളി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസിന്റേത് മികച്ച പ്രവർത്തനമാണെന്ന് ഷാനിമോൾ ഉസ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. സർവകലാശാലയെ കലാപഭൂമിയാക്കുന്ന SFI ഒരു വിദ്യാർത്ഥി സംഘടന അല്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിനെതിരായ പരാമർശത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. KPCC അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെയും വേദിയിലിരുത്തിയുള്ള PJ കുര്യന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് PJ കുര്യൻ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം വേണ്ടത്ര കുര്യൻജി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഒക്കെ തന്നെ ഇവിടെ കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ച പ്രവർത്തന ശൈലി, ആ ശൈലി തീർച്ചയായിട്ടും PJ കുര്യൻ നന്നായിട്ട് മനസ്സിലാക്കുമെങ്കിൽ അത്തരം ഒരു കമൻറ്റ് അദ്ദേഹം ചെയ്യില്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ആ കുട്ടികളെ വിളിച്ചിട്ട് ഉപദേശിക്കല്ലാതെ ഒരു പരസ്യമായ ഒരു കമൻറ്റ് ചെയ്ത് ശരിയായില്ല. അദ്ദേഹം ഒരു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. എങ്കിൽ പോലും പരസ്യമായിട്ട് പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. യാഥാർത്ഥ്യ ബോധമില്ലാത്ത പരാമർശമെന്നായിരുന്നു KC ജോസഫിന്റെ വാക്കുകൾ. വിമർശനം ഉന്നയിച്ച അതേ വേദിയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ PJ കുര്യന് മറുപടി നൽകിയിരുന്നു. രാഹുലിന്റെ മറുപടിക്ക് പിന്നാലെ നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കളും പരാമർശത്തിൽ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിലും പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നയനാനും അടക്കമുള്ളവർ രംഗത്ത് വന്നു. പെരുന്തച്ചൻ കോംപ്ലക്സുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കരുതെന്നായിരുന്നു ദുൽകിഫിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. PJ കുര്യൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കേണ്ട പ്രായത്തിൽ പോലീസിന്റെ ഒരു പിടിച്ചുമാറ്റൽ പോലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നയനാനും വിമർശിച്ചു. യൂത്ത് പ്രവർത്തകർ വിയർപ്പൊഴുക്കുമ്പോൾ തോളിൽ തട്ടി അഭിനന്ദിക്കണമെന്ന് പറയുന്നില്ല, ചവിട്ടി താഴ്ത്തരുത് എന്നായിരുന്നു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദിന്റെ പോസ്റ്റ്. ഒരു പടി കടന്നുകൊണ്ടാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. സൂര്യനെല്ലി കേസ് ഓർമ്മപ്പെടുത്തിയായിരുന്നു ബിന്ദു ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രൂക്ഷമായ ഭാഷയിലാണ് മുൻ മന്ത്രി KC ജോസഫ് PJ കുര്യനെതിരെ രംഗത്ത് വന്നത്. യാഥാർത്ഥ്യ ബോധമില്ലാത്ത പരാമർശമെന്നായിരുന്നു KC ജോസഫിന്റെ പ്രതികരണം. കുര്യന്റെ വാക്കുകൾ വസ്തുതാവിരുദ്ധമാണ്. കഴിഞ്ഞ 9 കൊല്ലമായി നിരന്തരമായി സമരമുഖത്താണ് യൂത്ത് കോൺഗ്രസും KSUവും. ദാനം കൊടുത്തില്ലെങ്കിലും പട്ടിയെ വിട്ട് കടുപ്പിക്കരുതെന്നും KC ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പരാമർശത്തിൽ വിവാദം ശക്തമായിട്ടും കുര്യൻ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം കുര്യന്റെ വാക്കുകൾക്കെതിരെ കൂടുതൽ നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നേക്കും. ഒന്ന് ഗുണദോഷിക്കാൻ പോയത് മാത്രമേ എന്താണേലും PJ കുര്യൻ ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം ഒരു പുകമയമായിരുന്നു.